प्रेमप्रदानीकविचक्षणाभ्याम् अनन्यभक्तैरभिवन्दिताभ्यां मदीयचित्तासनशोभिताभ्यां नमो नमः प्रेमिकपादुकाभ्याम्। बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला। लक्ष्मी नारायण रंग रंग विठ्ठला, लक्ष्मी नारायण रंग रंग विठ्ठला, गोविंद विठ्ठला गोपाल विठ्ठला, गोविंद विठ्ठला गोपाल विठ्ठला, गोविंद विठ्ठला गोपाल विठ्ठला, गोविंद विठ्ठला गोपाल विठ्ठला, श्रीरंग विठ्ठला पांडुरंग विठ्ठला, श्रीरंग विठ्ठला पांडुरंग विठ्ठला, बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला, जय जय विठ्ठला, जय जय विठ्ठला, जय 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 विठ्ठला, बोलो नारायण जय जय विठ्ठला, बोलो नारायण जय जय विठ्ठला, जय जय विठ्ठला, जय जय विठ्ठला। सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। ശ്രീയപ്പതിയായ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്നു മുതൽ 7 ദിവസം നമുക്കിവിടെ ഒരു സദ്യ ഭഗവാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ഏതാണ് സദ്യ ചോദിച്ചാൽ ഭാഗവതന്മാരുടെ പ്രസാദമാണ് സദ്യ. ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഏകനാഥൻ പേരുള്ള മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും ഞാൻ പ്രസാദം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നാളെ വന്നോളൂ പറഞ്ഞു. കൃത്യം 8:15 സമയത്തിൽ വന്നോളൂ പറഞ്ഞു. അപ്പോൾ 8:15 രാവിലെ എല്ലാവരും എത്തി. അദ്ദേഹം 1 മണിക്കൂർ വിസ്തരിച്ച് ഭാഗവത പ്രഭാഷണം നടത്തിയ ശേഷം എല്ലാവരും പുറപ്പെട്ടു. അപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, പ്രസാദം തരും പറഞ്ഞില്ലേ, ഒന്ന് തന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ ഭാഗവതമാണ് പ്രസാദം. പ്രസാദം പറഞ്ഞാൽ അർത്ഥം ഭഗവാനക്ക് നേദിച്ച ശേഷം പിന്നെ ഭക്തന്മാർക്ക് കൊടുത്ത ശേഷം ബാക്കി എന്താണ് കിട്ടുന്നത് അത് പ്രസാദം, അതല്ലേ പ്രസാദം. ഈ ഭാഗവതം ആദ്യം ഭഗവാന്റെ വായിൽ നിന്ന് വന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭക്തനായ ബ്രഹ്മാവിൻ്റെ വാക്കിൽ നിന്നും, പിന്നെ ബ്രഹ്മാവിൻ്റെ വാക്കിൽ നിന്നും നാരദൻ്റെ വാക്കിൽ നിന്നും പിന്നെ വ്യാസൻ്റെ വാക്കിലേക്ക് വന്നു. വ്യാസൻ്റെ കയ്യിൽ നിന്നും ശുകാചാര്യനെ കിട്ടി. ശ്രീധരസ്വാമികൾ രസായിട്ട് ഇവിടെ വർണ്ണിക്കുന്നു, ശ്രീമദ് ഭാഗവതം നാമ ഫലം തത്തു വൈകുണ്ഠഗതം. ഈ ഭാഗവതമാകുന്ന പഴം വൈകുണ്ഠത്തിൽ ഭഗവാന്റെ കയ്യിലായിരുന്നു. അത് ബ്രഹ്മാവിൻ്റെ കയ്യിൽ കൊടുത്തു. ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും നാരദൻ മേടിച്ച് വ്യാസൻ്റെ കയ്യിൽ കൊടുത്തു. വ്യാസൻ തൻ്റെ കുട്ടിയായ ശുഗണക്ക് അത് കൊടുത്തു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ നമ്മളെ മുഴുവൻ കഴിക്കില്ല, പകുതിങ്ങനെ പുറത്തേക്ക് വരും, പിന്നെ വീണ്ടും ഉള്ളിലേക്ക് തള്ളണം. ഇങ്ങനെ ശുകാചാര്യൻ ചെറിയ കുട്ടിയല്ലേ, ശുകാചാര്യനക്ക് ഭാഗവതം ഉപദേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ വന്ന് കിട്ടിയതാണ് ഭാഗവതം. ഭാഗവതം പഴം എന്ന് പറയുന്ന വ്യാഖ്യാനം ശ്രീധരസ്വാമികൾ വർണ്ണിക്കുന്നു. അപ്പോൾ സുഖമുഖാത് അമൃതദ്രവ സംയുതം. അങ്ങനെ ശുകാചാര്യന് ശേഷം സൂതപൗരാണികൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ പല ഭക്തന്മാർ കേട്ടു. അവരുടെ വാക്കിൽ നിന്നും എത്ര മഹാത്മാക്കൾ ആസ്വദിച്ച ശേഷം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതേപോലെ കൂടുതൽ വ്യാഖ്യാനമുള്ള ഗ്രന്ഥം വേറെ ഇല്ലയെന്ന് പറയേണ്ടി വരും.
ശങ്കരാചാര്യ പരമ്പരയിൽ വന്ന മഹാത്മാക്കൾ, ശ്രീധരസ്വാമികൾ, വംശീധരൻ മുതലായ മഹാത്മാക്കൾ, പിന്നെ മധ്വാചാര്യ പരമ്പരയിൽ വന്ന മഹാത്മാക്കൾ, അതേപോലെ രാമാനുജാചാര്യൻ്റെ പരമ്പരയിൽ വന്ന മഹാത്മാക്കൾ, ഇവരൊക്കെ എഴുതിയ വ്യാഖ്യാനം ഇപ്പോഴും തിരുപ്പതിയിൽ പോയാൽ നമുക്ക് കിട്ടും. തിരുപ്പതി അവർ അത് പ്രചരണം ചെയ്തിട്ടുണ്ട്. പിന്നെ അഹമ്മദാബാദിൽ കൃഷ്ണശങ്കര ശാസ്ത്രി വലിയ മഹാത്മാവാണ്. അദ്ദേഹത്തിനെ നാം പ്രത്യേകം നമസ്കരിക്കണം. ഓരോരോ മഹാത്മാക്കൾ ഓരോ കാര്യത്തിന് വേണ്ടി അവതരിക്കുന്നു. ഈ ഭാഗവത വ്യാഖ്യാനം മുഴുവൻ ഓലച്ചുവടിയിലായിരുന്നു. അദ്ദേഹം ആ ഓലച്ചുവടിയിൽ നോക്കി പിന്നെ ഇങ്ങനെ പുസ്തകമായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ 13 വ്യാഖ്യാനം അദ്ദേഹം എടുത്തു കൊടുത്തു. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി തന്നെ വെച്ചിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. ഭാഗവതത്തിലെ PhD വരെ നമുക്ക് ചെയ്യാം. അതിൽ ഇപ്പോഴും പഠിക്കട്ടെ 200-300 കുട്ടികൾ അവിടെ ഉത്തരഭാരതത്തിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. വല്ലഭ സമ്പ്രദായത്തിൽ വന്ന മഹാത്മാവാണ് അദ്ദേഹം. വലിയ മഹാത്മാവാണ്. കൃഷ്ണശങ്കര ശാസ്ത്രി എന്നാണ് പറയും. അങ്ങനെ ഭാഗവതം വല്ലഭാചാര്യൻ്റെ പരമ്പര ഇങ്ങനെ പല മഹാത്മാക്കൾ വാക്കിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് ഇത് ഒരു പ്രസാദമായിട്ട്, ഒരു പ്രസാദം പറയാൻ പറ്റില്ല, വലിയ സദ്യയാണ്. ഭാഗവതം ആസ്വദിക്കുന്നവർക്ക് പല മഹാത്മാക്കളുടെ വ്യാഖ്യാനം കൂട്ടിച്ചേർത്ത് ആസ്വദിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ആസ്വദിക്കാം. വല്ലഭാചാര്യനാണ് പറയുന്നു, പ്രസ്ഥാന ചതുഷ്ടയം. നമ്മൾ പണ്ടൊക്കെ യാത്ര ചെല്ലുന്ന സമയത്ത് ചപ്പാത്തി പൂരി കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടെ ഹോട്ടൽ ഇല്ലാത്ത സമയമാണ്. എന്ത് ചെയ്യും? പുറത്തേക്ക് ഹോട്ടൽ ഉണ്ടെങ്കിലും പുറത്ത് മേടിച്ച് കഴിക്കാത്ത ആൾക്കാരാണ് മിക്കവാറും. സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ. ശരിക്കും നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ വലിയ ഭാഗ്യം. അമ്മ ഉള്ളവർക്ക് ഭാഗ്യം. ഇപ്പോൾ 60 ശതാഭിഷേക ഷഷ്ടിപൂർത്തി കഴിഞ്ഞവർക്ക് അമ്മ ഉണ്ടാകുമോ സംശയം. അങ്ങനെ ഉള്ളവർക്ക് ഭാര്യ കയ്യിൽ നിന്നും ഭക്ഷണം കിട്ടിയാൽ വലിയ ഭാഗ്യം. ഒന്ന് അമ്മയുടെ കയ്യിൽ നിന്നും ഭാര്യയുടെ കയ്യിൽ നിന്നും ഭക്ഷണം കിട്ടിയാൽ നല്ല ആരോഗ്യം കിട്ടുള്ളൂ. കാരണം അവരാണ് നല്ല ഭർത്താവിനും കുട്ടിക്കും നല്ല ആരോഗ്യമെന്ന് വിചാരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. ബാക്കി എല്ലാവരും ഉണ്ടാക്കേണ്ടി വരുന്നല്ലോ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് ചപ്പാത്തി പൂരി തൈര് സാദം നിങ്ങൾ കൊണ്ടുപോകാറുണ്ടല്ലോ. അതുപോലെ നമ്മൾ വലിയ യാത്ര പോകാറുണ്ടല്ലോ, അവസാന യാത്ര. അതിനു വേണ്ടി 3 സാധനം കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് ആദിശങ്കരാചാര്യൻ. പ്രസ്ഥാനത്രയം എന്നാണ് അതിൻ്റെ പേര്. പ്രസ്ഥാനം പറഞ്ഞാൽ യാത്ര. അതിൽ വലിയ യാത്രയ്ക്ക് പോകുന്നവർ 3 സാധനം കയ്യിലെടുക്കണം. അതെന്താണ്? വേദാന്തം, ഉപനിഷത്തുകൾ, വേദത്തിൻ്റെ അവസാന ഭാഗം, അതാണ് വേദ അന്തം, ഉപനിഷത്തുകൾ. പിന്നെ ബ്രഹ്മസൂത്ര ഭാഷ്യം, ഭഗവത്ഗീത. ഇത് 3 അത്യാവശ്യം വായിക്കണം. ഇത് 3 ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവത്ഗീതയെങ്കിലും നമ്മൾ വായിക്കണം. ഭഗവത്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സകൃദപിയേന മുരാരി സമർച്ച ക്രിയത്തെ തസ്യ യമേന ന ചർച്ച ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിങ്കരനേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ആദിശങ്കരൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, മോഹമുദ്ഗരം എന്നാണ് പേര്. മോഹം പറഞ്ഞാൽ ആർത്തി, കൂടുതൽ ആഗ്രഹം ഉള്ളവരാണ് മോഹമുള്ളവർ പറയാറുണ്ട്. അങ്ങനെ മോഹത്തിന് ഒരു മുദ്ഗരം പറഞ്ഞാൽ അത് വലിയ ആയുധമാണ്. കൂടുതൽ ആഗ്രഹം ഉള്ളവർക്ക് ആഗ്രഹം ഇല്ലാതെ ആവണമെങ്കിൽ ഇതുകൊണ്ട് വായിച്ചാൽ മതി. ഇപ്പോൾ മോഹമുദ്ഗരം പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല. ഭജ ഗോവിന്ദ അറിയാമോ? അറിയാം. തുടങ്ങുന്നത് ഭജ ഗോവിന്ദമല്ലേ. ഇവിടെ പറയുന്നു ഈ മോഹമുദ്ഗര ഗ്രന്ഥത്തിലാണ് ആദിശങ്കരൻ പറയുന്നു,
ഭഗവത്ഗീത കിഞ്ചിദധീത, ഒരു ശ്ലോകമെങ്കിലും ഭഗവത്ഗീത ദിവസേന ചൊല്ലണം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തിലെങ്കിലും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഃ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഈ ഫുഡ് പോയിസൺ, അജീർണം, ഇങ്ങനെയൊക്കെ ഈ വയറ് സംബന്ധമായ പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ശ്ലോകം ചൊല്ലിട്ട് കഴിക്കണം. എന്താ ചിലപ്പോൾ നമ്മൾ വെന്തതും വേവാതും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അങ്ങനെ വേവാത്ത സാധനമൊക്കെ കഴിച്ചാൽ എന്താവും? ഉള്ളിൽ പാചകം ഭഗവാൻ ചെയ്യുന്നുണ്ട് പറയുന്നു. പചാമി അന്നം ചതുർവിധം. നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ, നമ്മൾ വെള്ളവും കഴിക്കുന്നുണ്ട്, ആഹാരവും കഴിക്കുന്നുണ്ട്. ഭഗവാൻ എന്ത് ചെയ്യും? ആദ്യം ജഠരാഗ്നി മുകളിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ കഴിച്ച സാധനം വീണ്ടും ഒരു പാചകം ഭഗവാൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് നമ്മളിങ്ങനെ പോകുന്നു. പചാമി അന്നം. അതുകൊണ്ടാണ് വേവാത്ത ഭക്ഷണം കഴിച്ചാലും അത് വെന്ത് പിന്നെ ശുദ്ധമാവാൻ കാരണം. ആരോഗ്യത്തിന് വേണ്ട സാധനം ഉള്ളിലെ സ്വീകരിച്ച് വേണ്ടാത്ത സാധനം പുറത്തേക്ക് തള്ളുന്ന വലിയ പരിപാടിയാണ് ഉള്ളിൽ നടക്കുന്നു. നമ്മളിത് ആലോചിക്കാറില്ലേ? ഇങ്ങനെ കയറ്റി വിടുന്നു. എന്തായാലും അഹം വൈശ്വാനരോ ഭൂത്വ, അത് നിങ്ങൾ മനസ്സിലായി. ഗണപതി ഹോമം കഴിക്കുമ്പോൾ ഹോമം കഴിക്കുന്ന നിങ്ങൾക്കേ അത് മനസ്സിലാവുള്ളൂ. ഒരു വാഴപ്പഴം, ഒരു കദളിപ്പഴം ഹോമകുണ്ടത്തിൽ ഇട്ടാൽ അത് ഭസ്മമാവാൻ ഒരു കുറച്ച് വിറക് ഇട്ടാലേ ആ വാഴപ്പഴം മുഴുവനും ഭസ്മമാവുള്ളൂ. എത്ര വിറക് ഇടണം? പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നു. ഇന്ന് ഏകാദശി ഉപവാസം പറഞ്ഞ് 1 ഡസൻ പഴം ഉള്ളിലേക്ക് ആക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും എവിടെയാണ് പോകുന്നത് മനസ്സിലാവില്ലേ? ഒരു വിറക് കൊണ്ട് നമ്മൾ ഇടാറില്ലേ? പെട്ടെന്ന് ജീർണമാകുന്നു. ജീർണമാകാൻ കാരണം അഹം ഉള്ളിൽ വൈശ്വാനര അഗ്നിയായിട്ട് ഞാൻ ഇരിക്കുന്നു ഭഗവാൻ പറയുന്നു. അങ്ങനെ യാത്ര ചെല്ലുന്നവർ 3 സാധനം കൊണ്ടുപോകാറുണ്ട്. എന്താ? ഈ 108 ഉപനിഷത്തുണ്ട്. അതിൽ പ്രധാനമായിട്ട് 10 ഉപനിഷത്താണ് ആദിശങ്കരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇത് പഠിച്ചാൽ മതി. ഈശ കേന കഠപ്രശ്നമുണ്ട മാണ്ഡൂക്യമേ വെച്ചെന്ന് 10 ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം, പിന്നെ ഭഗവത്ഗീത. പിന്നെ വല്ലഭാചാര്യൻ പറഞ്ഞു ഇത് 3 വായിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം? അനുഭവം കിട്ടില്ലേ. പഞ്ചസാര മധുരമാണ്, പഞ്ചസാര മധുരമാണ്, പഞ്ചസാര മധുരമാണ് 108 പ്രാവശ്യം പറഞ്ഞാലും വായു മധുരിക്കില്ലേ. മധുരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് പഞ്ചസാര ഇടണ്ടേ. അതുപോലെ ഈ ഉപനിഷത്ത് വേദാന്തം കൊണ്ട് അനുഭവം കിട്ടില്ല. അനുഭവം കിട്ടണമെങ്കിൽ യസ്വാനുഭാവം അഖിലശ്രുതിസാരം, അനുഭവമായിട്ട് ഭാഗവതം ഭഗവാന്റെ അനുഭവം കിട്ടണമെങ്കിൽ പ്രസ്ഥാന ചതുഷ്ടയം, വലിയ യാത്രയ്ക്ക് പോകുന്നവർ പ്രധാനമായിട്ട് 4ാമത്തെ ഈ ഭാഗവതം കൂടി ചേർക്കണം എന്നാണ് വല്ലഭാചാര്യൻ പറയുന്നു. പിന്നെ 3 ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ഭാഗവതം എടുത്താൽ മതി. എന്താ കാരണം? സർവവേദ ഇതിഹാസാനാം സാരം സാരം സമുദ്ധൃതം. പിന്നെ അവസാനം പറയുന്നു, ഭാഗവതത്തിൻ്റെ അവസാന അധ്യായത്തിൽ എല്ലാ പുരാണം മാത്രമില്ലേ, എല്ലാ ഉപനിഷത്തുകളുടെ സാരമാണ് ഭാഗവതം. അപ്പോൾ വേദാന്തത്തിൻ്റെ സാരമായ ഈ ഭാഗവതം വായിച്ചാൽ മതി എന്നാണ് പറയുന്നു. ഈ ഭാഗവതം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ വ്യാസാചാര്യൻ ജന്മാദ്യസ്യ യതഃ, വ്യാസൻ തന്നെ തൻ്റെ ബ്രഹ്മസൂത്രത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയതിൻ്റെ ഒരു പ്രമാണമാണ് തുടങ്ങുന്ന ശ്ലോകം. ബ്രഹ്മസൂത്രം പറഞ്ഞാൽ, സൂത്രം പറഞ്ഞാൽ കയറ്. പല മണികൾ ചേർത്ത് കയറിൽ കോർക്കുന്നത് പോലെയാണ് വേദ മന്ത്രങ്ങളെ ഒരു സൂത്രമായിട്ട് ചുരുക്കി പറയുന്നതാണ് സൂത്രം. ഇപ്പം ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ബ്രഹ്മസൂത്രത്തിൽ ആദ്യം എന്താ തുടങ്ങുന്നു? അഥാതോ ബ്രഹ്മജിജ്ഞാസ. ആ പരമാത്മാവിനെ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു. പരമാത്മ ആരാണ് ചോദിക്കുമ്പോഴാണ് ജന്മാദ്യസ്യ യതഃ. ഇപ്പം കറണ്ട് നേരിട്ട് കാണാൻ പറ്റുമോ? കറണ്ട് നേരിട്ട് കാണാൻ പറ്റില്ലേ. പക്ഷേ നമ്മൾ പറയാറുണ്ട് കറണ്ട് പോയി കറണ്ട് വന്നു പറയുന്നു. കറണ്ട് എങ്ങോട്ട് പോയി വന്നു കണ്ടുവോ? അത് പാൻറ് ഷർട്ട് കൊടുത്ത് അങ്ങോട്ട് പോയി, പിന്നെ മുണ്ട് കൊടുത്ത് ഇങ്ങോട്ട് വന്നു. ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലേ. പക്ഷേ നമ്മൾ പറയുന്നു കറണ്ട് പോയി വന്നു. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നു? കത്തുന്ന ലൈറ്റ് അണഞ്ഞാൽ കറണ്ട് പോയി, വീണ്ടും കത്തിയാൽ കറണ്ട് വന്നു. അപ്പോൾ കറണ്ടിനെ നേരിട്ട് കാണാൻ പറ്റില്ല, അതിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ ആ പരമാത്മാവിനെ നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ്
വ്യാസൻ പറയുന്നു ജന്മാദ്യസ്യ യതഃ, ഈ ലോകത്തെ കണ്ടോളൂ. ഈ ലോകത്തെ സൃഷ്ടിച്ച് അത് രക്ഷിച്ച് അത് സംഹരിക്കുന്ന ഒരാളുണ്ട്. ജന്മാദി വെച്ചാൽ സൃഷ്ടി സ്ഥിതി പ്രളയം, ഇത് മൂന്ന് ചേർത്താണ് ജന്മാദ്യസ്യ യതഃ. ഒരാൾ സൃഷ്ടിക്കുന്നു, അത് എങ്ങനെ നിയമപ്രകാരം ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യം 6 മണിയാകുമ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നു. നമ്മളൊക്കെ ഇന്ന് സൺഡേ പറഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി കിടക്കും, 8 മണിക്ക് എഴുന്നേറ്റാൽ മതി. അതുപോലെ സൂര്യൻ ഇന്ന് സൺഡേ അല്ലേ, ഞാൻ ഒരു കുറച്ച് കടന്നിട്ട് ഒരു 8:30 ഞാൻ വരാം പറയാറില്ലേ. കൃത്യം 6 മണിക്ക് സൂര്യൻ ഉദിച്ച് വരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് നടക്കാൻ എന്താ കാരണം? ഇത് നോക്കാൻ ഒരാളുണ്ട്, വലിയ ആള്. ഭീഷാസ്മാദ്വാതഃ പവതി ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി. ഈ ലോകം മുഴുവൻ നോക്കി കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളുമുണ്ട്. ആ ഭഗവാനെ പേടിച്ചിട്ടാണ് സൂര്യൻ ഉദിച്ച് വരുന്നതും കൃത്യസമയത്തിൽ മഴയും. ഒരു ഭൂമിയിൽ എന്ത് ഇട്ടാലും അത് നശിക്കുന്ന സ്വഭാവം അതിനുമുണ്ട്. ഒരു ഇരുമ്പ് കഷ്ണം ഇട്ടാലും കുറേ കാലമ്പോൾ അത് ഇല്ലാതാവും. പക്ഷേ ബീജം, നമ്മളൊക്കെ വിത്ത് ഇടാറുണ്ടല്ലോ, വിത്ത് അങ്ങനെ നശിക്കാറില്ല. 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും മുളച്ച് വരുന്നു. അങ്ങനെ പറയാൻ എന്താ കാരണം? ഭഗവാന്റെ സങ്കല്പമാണ്. അതാ ഭഗവാൻ ഉണ്ടോ ചോദിക്കുമ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിൽ എന്ത് പറയുന്നു? ക്ഷിത്യങ്കുരാദികം ജഗത് കർത്തൃകം ഘടാദിവത് കാര്യത്വാത്. അങ്ങനെ അവിടെ പറയുന്നു ക്ഷിത്യങ്കുരാദികം ജഗത് കർത്തൃകം. ഒരു വിത്ത് ഇട്ടാൽ അത് 3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നു. മുളച്ച് വരാതെ ഇങ്ങനെ പോയാൽ എന്താവും? പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടില്ലേ. നമ്മൾ വിത്ത് ഇട്ടാൽ പിന്നെ ഏത് മാങ്ങയോ ചക്കയോ ഇല്ലെങ്കിൽ കൃഷിസ്ഥലത്തിൽ നമ്മൾ ഇടാറുണ്ടല്ലോ, അത് 3 ദിവസം ഇങ്ങനെ ഉണ്ടാവാൻ എന്താ കാരണം? അതാണ് ഭഗവാന്റെ സങ്കല്പം. അപ്പോൾ ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ആളുടെ കാര്യം കൊണ്ടാണ്. അങ്ങനെ ഭൂമി മുഴുവൻ സ്വയം ഭക്ഷിക്കാതെ അത് നമ്മൾക്ക് തിരിച്ചു തരണം. ചിലപ്പോൾ കൂടുതലായിട്ട് തിരിച്ചു തരണം. നമ്മളൊക്കെ വിത്ത് നെല്ല് എടുത്ത് കൃഷിസ്ഥലത്തിൽ പാടത്തിൽ ഒരു ചാക്ക് വിത്ത് നെല്ല് ഇങ്ങനെ ഇടുന്നു. പിന്നെ എന്നാവുന്നു? വെറുതെ ഇട്ടിട്ടില്ല, അത് ഒരു ചാക്ക് ഇട്ടാൽ പിന്നെ 100 ചാക്കായിട്ട് നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. ചില ആൾ ചോദിക്കാറുണ്ട്, ഈ ഗണപതി നോക്കി വെറുതെ തേങ്ങ എടുത്ത് ഇങ്ങനെ അഗ്നിയിൽ എന്താ കത്തിക്കുന്നു? അങ്ങനെ കത്തിച്ചാൽ എന്താവും? ആ പുക കൊണ്ട് നല്ല മഴ കിട്ടും, പിന്നെ കൂടുതൽ നമുക്ക് തേങ്ങ കിട്ടും. പിന്നെ മഴ കൊണ്ടില്ലെങ്കിൽ പിന്നെ തേങ്ങ കിട്ടും, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാന്റെ ഒരു നന്ദിക്ക് വേണ്ടി ഒരു ഗണപതി ഹോമം, അങ്ങനെ ഭഗവാനക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെയാണ് ഇവിടെ ഈ ഭൂമിയിൽ നിന്നും സാധനമൊക്കെ ഉണ്ടാവുന്നതും ഇതൊക്കെ ഭഗവാന്റെ കാര്യം എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഏത് കർമ്മവും ചെയ്താൽ അത് നല്ല വിധത്തിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വേദവ്യാസൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നു. സത്യം പരം ധീമഹി. ഭഗവാനെ ധ്യാനിക്കണം പറഞ്ഞാൽ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാനെ ധ്യാനിക്കാം എന്നാണ്. നാമം, കാരണം ഒറ്റയ്ക്ക് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കാം, പക്ഷേ മനസ്സ് അങ്ങോട്ട് പോകും. മനസ്സ് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി നാമജപം, അതിൻ്റെ ഒരു സൂത്രം കൊണ്ടാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കാൻ ഉള്ള എളുപ്പ വഴി. നമുക്ക് ഒരു നാമം ചൊല്ലി ഇപ്പോൾ സമർപ്പിക്കാം. വീണ്ടും 40 മിനിറ്റ് ശേഷം വായന തുടങ്ങും. 10:30 ശേഷം വീണ്ടും പ്രഭാഷണം ഉണ്ടാകും. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ
राधे 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 जय राधे जय राधे जय राधे 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 जय राधे 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 जय राधे 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 माधव कृष्ण मधुसूदन कृष्ण माधव कृष्ण मधुसूदन कृष्ण माधव कृष्ण मधुसूदन कृष्ण माधव कृष्ण मधुसूदन कृष्ण मनमोहन कृष्ण मनमोहन कृष्ण राधा मनमोहन कृष्ण राधा मनमोहन कृष्ण मीरा मनमोहन कृष्ण मीरा मनमोहन कृष्ण मेरा मनमोहन कृष्ण मेरा मनमोहन कृष्ण सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद। जय बोल सद्गुरु महाराज की जय।